So welcome back to our channel. So നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് മൊഡ്യൂൾ 4 ആണ്. സിഒയുടെ മൊഡ്യൂൾ 4 ആണ്. മൊഡ്യൂൾ 4ലെ നെക്സ്റ്റ് ടോപ്പിക്കാണ് നമുക്കിനി നോക്കാം. സോ മൊഡ്യൂൾ 4ലെ നെക്സ്റ്റ് ടോപ്പിക്ക് വന്നിട്ട് ഇനി പഠിക്കാൻ പോകുന്ന സ്റ്റേറ്റ് ലെജിസ്ലേറ്ററിനെ പറ്റിയാണ്. Articles 168 to 212 in Part 6 of the Constitution deals with the organization, composition, duration, offices, procedures, privileges, powers and so on the state legislature. State legislature and the composition, duration, appointments, powers and privileges പറ്റിയാണ് കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർട്ട് 6ലെ ആർട്ടിക്കിൾ 168 തൊട്ട് 212 വരെ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ഓർഗനൈസേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. ദർ ഇസ് നോ യൂണിഫോമിറ്റി ഇൻ ദ ഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. യൂണിഫോമിറ്റി ഇല്ലാത്തൊരു ഓർഗനൈസേഷനാണ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനുള്ളത്. മോസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്സ് ഹാവ് എ യൂണികാർമൽ സിസ്റ്റം വൈൽ അതേഴ്സ് ഹാവ് എ ബൈകാർമൽ. കൂടുതൽ സ്റ്റേറ്റ്സിന് യൂണികാർമൽ സിസ്റ്റം ആയിരിക്കും, ചിലതിന് ബൈകാർമൽ സിസ്റ്റം ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഇൻ ദ സ്റ്റേറ്റ്സ് ഹാവിംഗ് ബൈകാർമൽ സിസ്റ്റം ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ കൺസിസ്റ്റ് ഓഫ് ദ ഗവർണർ, ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആൻഡ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. ബൈകാർമൽ സിസ്റ്റം ആണെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് കൺസിസ്റ്റ് ആവുന്ന ഗവർണർ ഉണ്ടാവും, ലെജിസ്ലേറ്റീവ് കൗൺസിൽ കാണും, ലെജിസ്ലേറ്റീവ് അസംബ്ലി കാണും. ലെജിസ്ലേറ്റീവ് കൗൺസിൽ അതായത് വിധാൻ പരിഷത്ത് is the upper house while the legislative assembly Vidhan Sabha is the lower house. Legislative council upper house നെ വിധാൻ പരിഷത്ത് എന്നും lower house നെ വിധാൻ സഭ എന്നും പറയും. Composition of two houses ആണ് ഇനി പഠിക്കാൻ പോകുന്നത്. Composition of Legislative Assembly. The Legislative Assembly consists of the representatives directly elected by the people on the basis of universal adult franchise. Universal adult franchise-ന്റെ ബേസിൽ Legislative Assemblyയിലെ members അല്ലെങ്കിൽ representatives-നെ directly elected by the people ആണ്. Its maximum strength is fixed at 500 and minimum strength 60 ആണ്. The governor can nominate one member from അതേപോലെ ഗവർണറിന് ഒരു നോമിനേഷൻ പറ്റും by Anglo-Indian community. And the Constitution provided for the reservation of seats for the scheduled castes-നും scheduled tribes-നും separate assemblyയിൽ സീറ്റും പ്രൊവൈഡഡ് ഉണ്ട്. ഇനി കോമ്പോസിഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ കോമ്പോസിഷൻ നോക്കാം. അൺലൈക്ക് ദ മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, ദ മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആർ ഇൻഡയറക്ട്ലി എലക്ടഡ്. നമ്മൾ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ എന്താണ് മെമ്പേഴ്സൊക്കെ, ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ എങ്ങനെയാണ്, ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നമ്മൾ ഡയറക്ട്ലി എലക്റ്റഡ് ബൈ ദ പീപ്പിൾ ആണ്. പക്ഷേ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇൻഡയറക്ട്ലി എലക്റ്റഡ് ആണ്. ദാറ്റ് ഈസ് ദ മാക്സിമം സ്ട്രെങ്ത് ഓഫ് ദ കൗൺസിൽ ഇസ് ഫിക്സ്ഡ് അറ്റ് 1/3 ഓഫ് ദ ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദ അസംബ്ലി ആൻഡ് മിനിമം സ്ട്രെങ്ത് ഇസ് 40. ഓക്കെ. ഇനി ഡ്യൂറേഷൻ ഓഫ് രണ്ട് ഹൗസ്, അതായത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെയും ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെയും ഡ്യൂറേഷനാണ് പറയുന്നത്. ലെജിസ്ലേറ്റീവ് അസംബ്ലി ഈസ് നോട്ട് എ കണ്ടിന്യൂയിങ് ചേംബർ അല്ല. ഇറ്റ്സ് നോർമൽ ടേം ഇസ് 5 years from the date of first meeting after the general election. ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ്റെ ഫസ്റ്റ് മീറ്റിങ്ങിന് ശേഷം 5 വർഷമാണ് നോർമൽ കാലാവധി. ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇസ് എ കൗണ്ടിങ് ചേംബർ ആയതുകൊണ്ട് കണ്ടിന്യൂയിങ് ചേംബർ ആയതുകൊണ്ട് ദാറ്റ് ഈസ് എ പെർമനന്റ് ബോഡി ആൻഡ് ഇറ്റ് ഈസ് നോട്ട് സബ്ജക്ട് ടു ഡിസൊല്യൂഷൻ. ഒരു പെർമനന്റ് ബോഡിയാണ്. സോ അത് മെയിൻലി എന്താണ്, റിട്ടയർ ആണ് എക്സ്പീരിയ ഓഫ് എവറി സെക്കൻഡ് ഇയർ, അതായത് 2 വർഷം. സോ എ മെമ്പർ കണ്ടിന്യൂ സച്ച് ഫോർ 6 ഇയർ, അത് ഒരു മെമ്പറിന് 6 വർഷത്തോളം കണ്ടിന്യൂ ചെയ്യാൻ പറ്റും ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ. ഓക്കെ, അതൊരു കണ്ടിന്യൂയിങ് ചേംബറായിട്ട്. ഇനി മെമ്പർഷിപ്പ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ക്വാളിഫിക്കേഷൻസ് ആണ്. ഹി മസ്റ്റ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ടു ബിയർ ട്രൂത്ത്, ഫെയ്ത്ത് ആൻഡ് എലിഗൻസ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ ട്രൂ ഫെയ്ത്തും എലിഗൻസും കാണിക്കണം. ടു അപ്ഹോൾഡ് ദ സോവറിനിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. He must not be less than 30 years of age limit 30 years ആണ്. അതുപോലെ നോട്ട് ലെസ് ദാൻ, ഇൻ ദ കേസ് ലെജിസ്ലേറ്റീവ് കൗൺസിലാണെങ്കിൽ 30 years and not less than 25 ആണ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. A person to be elected to the legislative assembly must be elected for assembly constituency in the concerned state. He must be a member of the scheduled caste or scheduled tribe. ഇനി പഠിക്കാവുന്ന ഡിസ്ക്വാളിഫിക്കേഷൻസ്. നമ്മൾ ക്വാളിഫിക്കേഷൻസ് പഠിച്ചു, മെയിൻലി എല്ലാ ഇതിലുള്ള കോമൺ ക്വാളിഫിക്കേഷൻസ് തന്നെയാണ് ഇതിലുള്ള. ഇനി ഡിസ്ക്വാളിഫിക്കേഷൻസ് നോക്കാം. ഇഫ് ഹി ഈസ് ഓഫ് അൺസൗണ്ട് മൈൻഡ് ആൻഡ് സ്റ്റാൻഡ്സ് ഓർ ഡിക്ലെയർഡ് ബൈ ദ കോർട്ട് ഡിക്ലെയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ അൺസൗണ്ട് മൈൻഡ് ആണെങ്കിലും ഡിസ്ക്വാളിഫിക്കേഷൻ സംഭവിക്കാം. ഇഫ് ഹി ഈസ് നോട്ട് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഓൾ ഇന്ത്യ അക്കോർഡ് സിറ്റിസൺ ഓഫ് എ ഫോറിൻ സ്റ്റേറ്റിലൊരു സിറ്റിസൺഷിപ്പ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിലോ ഡിസ്ക്വാളിഫിക്കേഷൻ നടക്കാം. ഇഫ് ഹി ഈസ് സോ ഡിസ്ക്വാളിഫൈഡ് അണ്ടർ എ ലോ മെയ്ഡ് ബൈ പാർലമെന്റ് കൊണ്ടുവന്ന ഒരു ലോയിൽ ഡിസ്ക്വാളിഫിക്കേഷൻ കാണിച്ചാൽ this can be disqualified. He must have been found guilty of any election offense-ൽ എന്തെങ്കിലും ഗിൽറ്റിയോ കറപ്ഷനോ കാണിച്ചാൽ ഡിസ്ക്വാളിഫിക്കേഷൻ നടക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒഫൻസിൻ്റെ പേരിൽ ഇംപ്രിസൺ ആയിക്കഴിഞ്ഞാൽ 2 or more years കണ്ടി ജയിലിൽ വല്ലതും ആയിക്കഴിഞ്ഞാൽ അതിനും ഡിസ്ക്വാളിഫിക്കേഷനാണ്. He must not have failed a lodge an account of its election expense within the time. പിന്നെ ഹി മസ്റ്റ് നോട്ട് ഹാവ് ബീൻ ഡിസ്മിസ്ഡ് ഫ്രം ദ ഗവൺമെൻറ് സർവീസ്. ഗവൺമെൻറ് സർവീസിൽ കറപ്ഷൻ കാരണം ഡിസ്മിസ് വല്ല ഉണ്ടായ അതും എന്താണ്, ഡിസ്ക്വാളിഫിക്കേഷൻ ആണ്. ഓക്കെ.
ഇനി പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ നോക്കാം. ഈച്ച് ഹൗസ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഹാസ് ഇറ്റ്സ് ഓൺ പ്രിസൈഡിംഗ് ഓഫീസർ. സ്വന്തമായി അവർക്ക് എന്തുണ്ടാവും? പ്രിസൈഡിംഗ് ഓഫീസർ കാണും. ദർ ഇസ് എ സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ ഫോർ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി. ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് സ്പീക്കറും കാണും, ഡെപ്യൂട്ടി സ്പീക്കറും കാണും. ദ സ്പീക്കർ ആൻഡ് ദ ഡെപ്യൂട്ടി സ്പീക്കർ എലക്റ്റഡ് ബൈ ദ അസംബ്ലി ഇറ്റ്സെൽഫ് ഫ്രം ദ എമംഗ്സ്റ്റ് ഇറ്റ്സ് മെമ്പർ. ആ അസംബ്ലിയിലുള്ള മെമ്പേഴ്സിൽ നിന്ന് തന്നെയായിരിക്കും സ്പീക്കറിനെയും ഡെപ്യൂട്ടി സ്പീക്കറിനെയും എലക്ട് ചെയ്യുന്നത്. എ ചെയർമാൻ ആൻഡ് എ ഡെപ്യൂട്ടി ചെയർമാൻ ഫോർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ലെജിസ്ലേറ്റീവ് കൗൺസിലിനാണെങ്കിൽ ചെയർമാനും കാണും, ഡെപ്യൂട്ടി ചെയർമാനും കാണും. ചെയർമാൻ ആൻഡ് ദ ഡെപ്യൂട്ടി ചെയർമാൻ ആർ എലക്റ്റഡ് ബൈ ദ കൗൺസിൽ ഇറ്റ്സെൽഫ് എമംഗ്സ്റ്റ്. അതും ആ കൗൺസിലിൻ്റെ അകത്തുള്ള മെമ്പേഴ്സ് ഇടയ്ക്കിൽ തന്നെയാണ് ഇലക്ഷൻ നടത്തി തിരഞ്ഞെടുക്കുന്നത്, എലക്ട് ചെയ്യുന്നത്. ഓക്കെ. ഇനി പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ നോക്കാം. ലോ മേക്കിംഗ് ഫംഗ്ഷൻ, ഫിനാൻഷ്യൽ പവർ. ഇത് രണ്ടുമാണ് മെയിൻലി ഉള്ള ലോ മേക്കിംഗ് ഫംഗ്ഷനും ഫിനാൻഷ്യൽ പവർ. അതായത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഈസ് എംപവർഡ് ടു മേക്ക് ലോസ് ഓൺ ദ സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്. അപ്പോൾ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സിന് ലോസ് ഉണ്ടാക്കാൻ ലോ മേക്കിംഗ് ഫംഗ്ഷൻ ഒരു ഫംഗ്ഷനാണ്. അതേപോലെ ഫിനാൻഷ്യൽ പവർ വന്നിട്ട് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ കീപ്സ് കൺട്രോൾ ഓഫ് ദ ഫിനാൻസസ് ഓഫ് ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിൻ്റെ ഫിനാൻസസിൽ കൺട്രോൾ ആർക്കുണ്ട്? സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനുണ്ട്. ഇനി പഠിക്കാനുള്ള സ്റ്റേറ്റ് ജുഡീഷ്യറി. The Indian single integrated judicial system. The High Court operates below the Supreme Court but above the subordinate courts. The judiciary in a state consists of a high court and a hierarchy of subordinate. അപ്പോൾ നമുക്കറിയാം ജുഡീഷ്യറി ഒരു സ്റ്റേറ്റിലെ ജുഡീഷ്യറി എന്ന് പറയുമ്പോൾ ഏറ്റവും സ്റ്റേറ്റിൽ ആരായിരിക്കും? ഹൈ കോർട്ട് ആയിരിക്കും ഏറ്റവും ടോപ്പിൽ. അതേപോലെ അതിൻ്റെ ഹൈറാർക്കി വരുന്ന ബാക്കി സബോർഡിനേറ്റ് കോർട്സ് ആണ്. ദ ഹൈ കോർട്ട് ഓക്കുപ്പൈസ് എ ടോപ്പ് പൊസിഷൻ ഇൻ ദ ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സ്റ്റേറ്റ്. ഞാനിപ്പോൾ പറഞ്ഞതിന് ടോപ്പ് പൊസിഷനാണ് ഹൈ കോർട്ട് ഇൻ എ സ്റ്റേറ്റ്. Article 214 to 231 in Part 6 of the Constitution deal with the organization, independence, jurisdiction, powers and so on of the High Court. High Court in the organization, powers and jurisdiction, independence പറ്റിയാണ് Constitution Part 6 Article 214 to 231 പറഞ്ഞിട്ടുള്ളത്. ഇനി ഹൈക്കോർട്ടിനെ പറ്റി നോക്കാം. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് ഫോർ എ ഹൈക്കോർട്ട് ഫോർ ഈച്ച് സ്റ്റേറ്റ്. ഈച്ച് സ്റ്റേറ്റിന് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഒരു ഹൈക്കോർട്ടിനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് ദ 7th Amendment ആക്ട് ഓഫ് 1956 പ്രകാരം പാർലമെന്റിന് എന്ത് ചെയ്യും? കോമൺ ഹൈക്കോർട്ട് ഫോർ 2 more states, അല്ലെങ്കിൽ 2 or more സ്റ്റേറ്റ്സിന് ഒരു കോമൺ ഹൈക്കോർട്ട് വേണമെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാം. The Constitution does not specify the strength of a High Court and leaves it of the discretion of the President. Appointment of judges ആണ് ഹൈക്കോടതിയിൽ പറയാനുള്ളത്. ജഡ്ജസ് ഓഫ് ദ ഹൈക്കോടതി are appointed by President ആയിരിക്കും അപ്പോയിന്റ് ചെയ്യുന്നത്. Chief Justice is appointed by the President after consultation with the Chief Justice of India and the Governor of State Council. സ്റ്റേറ്റിൻ്റെ ഗവർണറെയും ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിൻ്റെ കൺസൾട്ടേഷൻ പ്രകാരമായിരിക്കും ചീഫ് ജസ്റ്റിസിനെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ്. ക്വാളിഫിക്കേഷൻ ഓഫ് ദ ജഡ്ജസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തിങ് ഹി ഷുഡ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യയുടെ സിറ്റിസൺ ആയിരിക്കണം. ഓർ ഹി ഷുഡ് ഹാവ് എ ഹെൽഡ് എ ജുഡീഷ്യൽ ടെറിട്ടറി ഓഫ് ജുഡീഷ്യൽ ഓഫീസ് ഇൻ ദ ടെറിട്ടറി. ഒരു ജുഡീഷ്യൽ ഓഫീസ് 10 വർഷക്കാലം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഹി ഷുഡ് ഹാവ് ബീൻ അഡ്വക്കേറ്റ് ഫോർ ഹൈക്കോർട്ടിൽ ഒരു അഡ്വക്കേറ്റ് ആയിരിക്കണം 10 വർഷക്കാലം. ഓക്കെ. ഇനി ജൂറിസ്ഡിക്ഷൻ ആൻഡ് പവേഴ്സ് ഓഫ് ഹൈക്കോർട്ട്. നമ്മൾ സുപ്രീം കോടതി പഠിച്ചു, അതേപോലെ ഇനി പഠിക്കാൻ പോകുന്ന ഹൈക്കോർട്ടിൻ്റെ ജൂറിസ്ഡിക്ഷൻ പവേഴ്സാണ്. ഫസ്റ്റ് വൺ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ. നമ്മൾ സുപ്രീം കോടതിയിൽ പഠിച്ചൊരു ഫംഗ്ഷൻ തന്നെയാണിത് അല്ലേ. ഇറ്റ് മീൻസ് ദ പവർ ഓഫ് ദ ഹൈക്കോർട്ട് ടു ഹിയർ ഡിസ്പ്യൂട്ട്സ് ഇൻ ഫസ്റ്റ് ഇൻസ്റ്റൻസ് ഓർ നോട്ട് ബൈ വേ ഓഫ് അപ്പീൽ. റിട്ട് ജൂറിസ്ഡിക്ഷൻ നമ്മൾ പറഞ്ഞതാണ്. ഹേബസ് കോർപ്പസ്, മാൻഡമസ്, സെർട്ടാറിയോ, പ്രൊഹിബിഷൻ, ക്വോ വാറന്റോ, ഇതൊക്കെ എന്താണ്? റിട്ട് ജൂറിസ്ഡിക്ഷൻ ആണ്. The High Court can issue writs to any person, authority and government not only within its territorial jurisdiction but also outside. അപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു പേഴ്സണ് ഹൈക്കോർട്ടിന് റിട്ട് വേണമെങ്കിൽ ഏതൊരു പേഴ്സണും ഇഷ്യൂ ചെയ്യാം. അത് ആ ഗവൺമെൻറ് നോട്ട് ഓൺലി വിത്തിൻസ് ഈ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷന് തന്നെ ഉണ്ടാവണമെന്നില്ല, ഔട്ട്സൈഡ് ആണെങ്കിൽ നമുക്ക് ഇഷ്യൂ ചെയ്യാവുന്നതാണ് റിട്ട്. ഇനി അപ്പീലേറ്റ് ജൂറിസ്ഡിക്ഷൻ. A high court is primarily a court of appeal. It hears appeals against the judgments of subordinate courts function in the territorial jurisdiction. It has appellate jurisdiction in both civil and criminal matters. അതായത് സബോർഡിനേറ്റ് കോർട്സിൽ ഉണ്ടാവുന്ന ഏതെങ്കിലും കേസസിൻ്റെ അപ്പീൽ, ഫൈനൽ അപ്പീൽ വന്നിട്ട് ഹൈക്കോർട്ടിലായിരിക്കും. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി സൂപ്പർവൈസറി ജൂറിസ്ഡിക്ഷൻ. High Court has a power of superintendence over all the courts and tribunal functioning in all its ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ. അതായത് സൂപ്പർവൈസറി ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഹൈക്കോർട്ട് ആയിരിക്കും നമ്മൾ പറഞ്ഞ ടോപ്പിൽ. അതിന് താഴെ വന്ന സബോർഡിനേറ്റ് കോർട്സിൻ്റെ സൂപ്പർവൈസറി ആരായിരിക്കും? ഈ ഹൈക്കോർട്ടായിരിക്കും. ഹൈക്കോർട്ടായിരിക്കും ബാക്കിയുള്ള കോർട്സിൻ്റെ പവറും ഫങ്ഷനിങ് ഒക്കെ നോക്കുന്നത്. കൺട്രോൾ ഓവർ സബോർഡിനേറ്റ് കോർട്സ്. അതായത് ഹൈക്കോർട്ടായിരിക്കും അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ. ബാക്കിയുള്ള സബോർഡിനേറ്റ് കോർട്സിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളും ഹൈക്കോർട്ടായിരിക്കും. എ കോർട്ട് ഓഫ് റെക്കോർഡ്. ദ ജഡ്ജ്മെന്റ്സ്, പ്രൊസീഡിംഗ് ആൻഡ് ആക്ട്സ് ഓഫ് ദ ഹൈക്കോർട്ട് ആർ റെക്കോർഡഡ് ഫോർ ദ perpetual memory and testimony.
Next one, power of judicial review. Judicial review is the power of the High Court to examine the constitutionality of legislative enactments and the executive orders of both state and central government. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും ലെജിസ്ലേറ്റീവ് എനാക്ട്മെൻറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷണലി എക്സിക്യൂട്ട് ചെയ്യുന്ന ഓർഡർ ജുഡീഷ്യൽ റിവ്യൂ വഴിയായിരിക്കും. അതായത് ജുഡീഷ്യൽ റിവ്യൂ നമുക്ക് ഹൈക്കോടതിനെ എക്സാമിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ഉള്ളത്. സോ ഇത്രയാണ് മെയിൻലി ഈ മൊഡ്യൂൾ 4 ലാസ്റ്റ് ടോപ്പിക്കാണ് ഇപ്പോൾ പറഞ്ഞത്. സോ മെയിൻലി ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഹൈക്കോടതിനെ പറ്റി നമ്മൾ പഠിച്ചു, സ്റ്റേറ്റ് ജുഡീഷ്യറി, അതേപോലെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, ലെജിസ്ലേറ്റീവ് അസംബ്ലീൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു. സോ മൊഡ്യൂൾ 4 മെയിൻലി ഇതാണ് ഇപ്പോൾ കവർ ചെയ്ത് തീർത്തു. മൊഡ്യൂൾ 4 കംപ്ലീറ്റ് ആയി. ഇനി മൊഡ്യൂൾ 5 നമുക്ക് ഡിസ്കസ് ചെയ്യണം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഫോർ മോർ വീഡിയോസ് സ്റ്റേ ട്യൂൺഡ് ഇൻ അവർ ചാനൽ. താങ്ക് യു.